സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ആദ്യത്തെ സക്രാരി നീ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയിർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 3-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസവും പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാകണം. കാരണം നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആദ്യമേ പറഞ്ഞതൊക്കെ പതുക്കെ വിസ്മൃതിയിലേക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ധ്യാനത്തിലുണ്ടായിരിക്കണം ഈ കാര്യമൊക്കെ. പറ്റുന്നവർ, ഞാനത് നിർബന്ധം പിടിക്കുകയല്ല, എന്നാലും പറ്റുന്നവർ ഒരു ചെറിയ നോട്ട്ബുക്കിലൊക്കെ അത് വിമല ഹൃദയ പ്രതിഷ്ഠ 1-ാം ദിവസം നമുക്കുള്ള ധ്യാനമാണ്. അപ്പോൾ 33 ധ്യാനം നമുക്ക് കിട്ടുകയാണ്. അത് നല്ല കാര്യമല്ലേ? പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ചിന്തയും ഈ വചനഭാഗവും വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഞാനത് എല്ലാവരും ചെയ്യണമെന്നല്ല, എല്ലാവർക്കും ചിലപ്പോൾ അതിനൊന്നും പറ്റണമെന്നില്ല, അതിനുള്ള സമയവും സൗകര്യം ഉണ്ടാകണമെന്നില്ല. പറ്റുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ സാധാരണ ഞാൻ ആദ്യമേ തന്നെ ബൈബിൾ എടുക്കാൻ പറയുന്നതാണ്. 2 ദിവസമായിട്ടും പറഞ്ഞിട്ടില്ല. ഇന്നിപ്പം നിർബന്ധമാണ് ബൈബിൾ എടുക്കേണ്ടത്. കാരണം നമ്മൾ ബൈബിൾ ബേസ് ചെയ്ത്, എല്ലാം ബൈബിൾ ബേസ് ചെയ്താണ് പറയുന്നത്. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ഗൗരവത്തിൽ, എന്നാൽ നമുക്കൊക്കെ അറിയാവുന്ന, നമുക്ക് നല്ല ധാരണയുള്ള, ഏറെ കേട്ടുള്ളൊരു വിഷയമാണ് ധ്യാനിക്കാൻ പോകുന്നത്. വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ഓരോ ദിവസവും ജപം ചൊല്ലി പോകുമ്പോഴും
ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് നമ്മൾ ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഒരുക്കത്തോടെ നമ്മളെ കൊണ്ടാകുന്നിടത്തോളം വിശുദ്ധീകരണം നടത്തി ആ പ്രതിഷ്ഠയിലേക്ക് എത്താനാണ് നമ്മൾ ഈ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ റൂൾ ഔട്ട് ചെയ്യുന്നത്. ആദ്യം നന്ദി പറഞ്ഞേക്കണം കേട്ടോ എന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞത്. രണ്ടാമത്തെ ദിവസം ഇനി നമുക്ക് പുറത്തോട്ടധികം ഒച്ചപ്പാടും ബഹളവും വേണ്ട, ഒരുപാട് പേരോട് സംസാരവും പരാതിയും പരിഭവം ഒന്നും വേണ്ട, ഹൃദയത്തിൽ സംഗ്രഹിക്കാം എന്ന് പറഞ്ഞ് 2-ാം നാൾ ഒരുക്കിയത്. ഇന്ന് 3-ാം നാൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ഭംഗിയോടെ നടത്താൻ വേണ്ട ഒരു ബേസിക് റിക്വയർമെൻ്റ് ആണ്, ഒരു അടിസ്ഥാന ആവശ്യമാണിത് ഈ പറയുന്ന കാര്യം. ഇതില്ലാതെ, ഇത് നടത്താതെ എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ഈ ശുശ്രൂഷ 33 ദിവസം തലകുത്തി നിന്ന് നടത്തിയാലും കാര്യം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായിരിക്കും അത്? എന്തായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്? അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ക്ഷമിക്കുക. ക്ഷമിക്കുക. എന്നോടൊപ്പം ഈ 3 ദിവസമായിട്ട് യാത്ര ചെയ്യുന്ന എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഇന്നത്തെ ടോക്ക് ഇത് അല്പം ഉള്ളു പൊള്ളിക്കണം നമ്മളെ. മറ്റത് എളുപ്പമാണ്, പുറമെ ഇരുന്നെല്ലാം കേട്ട് നന്നായിരിക്കുന്നു, സുഖം, സുന്ദരം എന്നൊക്കെ പറഞ്ഞ് പോകാൻ എളുപ്പമാണ്. ഇത് അകത്തോട്ട് കയറേണ്ടതാണ്. അകത്തോട്ട് കയറുന്ന വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ പ്രാക്ടിക്കലാക്കേണ്ട കാര്യം ഇത്. ക്ഷമിക്കുക. ക്ഷമിച്ചിട്ട് വേണം കേട്ടോ ഇനിയുള്ള ബാക്കി 30 ദിവസത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കാൻ. ക്ഷമിച്ചിട്ട് വേണം. നമുക്ക് സങ്കടങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചവരോട്, കാരണമില്ലാതെ നമ്മളെ ദ്രോഹിച്ചവരോട്, നമ്മുടെ ചങ്കിൽ മുറിവുകൾ സമ്മാനിച്ചവരോട് ഒക്കെ ക്ഷമിക്കണം. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്ക നാളുകളിൽ പരിശുദ്ധ അമ്മയും ഈശോ തമ്പുരാനും നമ്മളോട് ആവശ്യപ്പെടുന്നതാണത്. ക്ഷമിക്കെൻ്റെ മക്കളെ എന്ന്. കുരിശേ കടന്നുകൊണ്ട് കർത്താവ് തമ്പുരാൻ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പാണ് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ പുത്രൻ്റെ ഘാതകരോട്, തൻ്റെ കുഞ്ഞിനെ, 33 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ ഏക മകനെ ഇങ്ങനെ ചോരയിൽ കുളിപ്പിച്ച് കടത്തിയവരോട്, അവൻ്റെ ഉടലിനെ ഈ കുരിശുമരത്തോട് തറച്ചേർത്തവരോട്, ഒടുവിൽ അവൻ്റെ ചങ്കിലേക്ക് ആ കുന്തം തുളച്ചു കയറ്റിയ പടയാളിയോട് വരെ ആ പരിശുദ്ധ അമ്മ ക്ഷമിച്ചിട്ടാണ് പുത്രൻ്റെ ഉടലിനെ അവളുടെ കരങ്ങളിൽ അവൾ സ്വീകരിച്ചത്. അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ ക്ഷമിച്ച ഒരമ്മയെ മണ്ണിന് വിട്ടുകൊടുക്കാതെ പുത്രൻ സ്വർഗത്തിലേക്ക് ആരോപിച്ചത്, സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയത്. ക്ഷമിക്കണേ. ക്ഷമിക്കാതെ ഈ ശുശ്രൂഷയിൽ ദയവ് ചെയ്ത് ആരും പങ്കെടുക്കരുത്. ക്ഷമിക്കണം. അതിന് എത്ര പാടുപെടണോ അതൊക്കെ ചെയ്തു, എത്ര മല്ലടിക്കണോ അതൊക്കെ ചെയ്തിട്ട് ക്ഷമിച്ചേക്കണം. പഴയ നിയമത്തിൽ ചില വ്യക്തികളുണ്ട്, നമുക്കറിയാം. നമ്മൾ ഇതിനു മുമ്പൊക്കെ ധ്യാനങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ചില ഇടവക ധ്യാനങ്ങളിലൊക്കെ പോകുമ്പോൾ പറയാറുള്ളതാണ്, ഈ ക്ഷമയ്ക്ക് വേണ്ടി കുമ്പസാരത്തിന് ഒരുക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ് ഈ ക്ഷമ. അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ഇതൊക്കെ. ഒന്ന് ഏസാവ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തപ്പിയെടുത്ത് വായിച്ചോണം. ഇന്നത്തെ ഒരു എക്സ്ട്രാ ഹോംവർക്കാണ്. ശരിക്കുള്ള ഹോംവർക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ഇതൊരു എക്സ്ട്രാ ഹോംവർക്കാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഈ യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും എപ്പിസോഡ് ഇന്ന് തപ്പിയെടുത്ത് വായിക്കണം. നമുക്കറിയാം, ഈ യാക്കോബ് ചേട്ടായിക്കിട്ട് പണിയും കൊടുത്ത് അവൻ്റെ സ്വത്തും അനുഗ്രഹങ്ങളും ഒക്കെ വാങ്ങിച്ചെടുത്ത് പോയി. ലാബാൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് മകളെ കെട്ടിച്ചേരാവെന്ന് ചോദിച്ചു. അമ്മായിപ്പൻ ആകേണ്ട ആള് പറഞ്ഞു കെട്ടിച്ചേക്കാം, 7 വർഷം പണിയെടുത്തോളാൻ പറഞ്ഞു. 7 വർഷം പണിയെടുത്തു. 7 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണം നടന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അറിയുന്നത് അനിയത്തിയെ കാണിച്ചെടുത്തിയാണ് കെട്ടിച്ചതെന്ന്. ഇനി 7 വർഷം കൊണ്ട് പണിയെടുത്താൽ അനിയത്തിയെ തരാമെന്ന് പറഞ്ഞു. വീണ്ടും 7 വർഷം, 14 വർഷം പണിയെടുത്തു. ഈ 14 വർഷം പണിയെല്ലാം എടുത്തു കഴിഞ്ഞ് കുറേ സ്വത്തൊക്കെ ആയി, ഭാര്യമാരും മക്കളും സമ്പത്തൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ യാക്കോബിനൊരാഗ്രഹം, ചേട്ടായിയെ കാണണം. ഇതിങ്ങനെയാണ് ഇന്നും കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്കിത് ഇന്നത്തെ ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ ദൈവം ഇത് പഴയ യാക്കോബും ഏസാവുമാണല്ലോ തോന്നിപ്പോവും. എന്നുവെച്ചാൽ ചെറുപ്പത്തിൽ ഒരുമിച്ച് ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പെറ്റിട്ടതങ്ങളാണ്, ഒരു പായി കടന്നുറങ്ങിയതങ്ങളാണ്, ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ടവരാണ്, ഒരേ മൈതാനത്ത് കളിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചു വളർന്നു വന്ന പിള്ളേരാ, കൂടപ്പുറപ്പുകളാ. പക്ഷേ ജീവിതം ഒരു ഘട്ടമെത്തുമ്പോൾ പിന്നെ കൂടപ്പുറപ്പാണ് ഏറ്റവും വലിയ ശത്രു.
കൂടപ്പിറപ്പുകളെ കണ്ണിൽ കണ്ടുകൂടാ. നമുക്കൊക്കെ ഇന്ന് ഈ കാലത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, അവസാനത്തേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ, അന്ത്യകാലത്തേക്ക് അടുക്കുമ്പോൾ, ഓരോരുത്തരുടെയും ആയുസ്സിൻ്റെ അന്ത്യകാലത്തേക്ക് അടുക്കുമ്പോൾ നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണോ ഈ പാടുപെട്ടത്, ആ മക്കൾ പല വഴിക്ക് പോയി, അവർക്ക് കെട്ടിയോളും പിള്ളേരുമായി, അവർക്ക് നമ്മളെ നോക്കാൻ നേരമില്ല. അങ്ങനെയൊക്കെ ആകുന്നൊരു കാലം എത്തുമ്പോൾ പലരും ഈ കടക്കയിൽ കിടന്ന് ആഗ്രഹിക്കും, കൂടപ്പിറപ്പിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അവനെ ഒന്ന് കാണണമായിരുന്നു, അവളെ ഒന്ന് കാണണമായിരുന്നു. കാരണം അപ്പോഴേക്കും ബാല്യത്തിലേക്ക് ഓർമ്മകളൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങും. അപ്പോൾ അവരെ കാണണം. അതുപോലെ യാക്കോബിന് ചേട്ടായിയെ കാണണം. യാത്ര ചെയ്ത്, നിങ്ങൾക്കറിയാം, തടാകത്തിൻ്റെ മറുകര എല്ലാവരെയും ഇറക്കി, യാക്കോബ് മാത്രം ഇക്കരെ. അന്ന് രാത്രി കർത്താവുമായിട്ട് മൽപ്പിടുത്തം ഉണ്ടായി. ഒരു ആന്ത്രപ്പോളജിക്കൽ അവതരണമാണ്. കർത്താവ് യാക്കോബിനോട് മൽപ്പിടുത്തൽ ഏർപ്പെട്ടു. യാക്കോബിനൊരു ആഗ്രഹം, കർത്താവിൻ്റെ മുഖം കാണണം. നേരം വെളുക്കാറായി. ദൈവത്തിൻ്റെ മുഖം ആരും ഒരിക്കലും കണ്ടിട്ടില്ല, കാണാൻ പാടില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, യാക്കോബിൻ്റെ ഏണിനിട്ട് ഒരു ചവിട്ട് കൊടുത്ത് കുതറി ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ യാക്കോബിന് ദൈവത്തെ അനുഭവിക്കാൻ പറ്റി, ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മറുകര എത്തി, ചേട്ടായിയെ കാണാൻ പോവാണ്. ഏസാവിൻ്റെ മുമ്പിൽ ചെന്നു. യാക്കോബ് വിറക്കിയാണ്. അപ്പോൾ ആ നേരത്ത് യാക്കോബിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏസാവ് ചേട്ടായി യാക്കോബിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, പോട്ടട സാരമില്ല. ചേട്ടായി അനീച്ചാരോട് പറയുകയാണ്, പോട്ടട സാരമില്ല, എല്ലാം ക്ഷമിച്ചിരിക്കുന്നു, എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഈ യാക്കോബിൻ്റെ മറുപടിയാണ് ശ്രദ്ധേയം. യാക്കോബ് ഇങ്ങനെ കണ്ണുമിഴിച്ച് ചേട്ടായിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ചേട്ടായി നിനക്കിപ്പോൾ ദൈവത്തിൻ്റെ മുഖമാടാ, ചേട്ടായി നിനക്കിപ്പോൾ ദൈവത്തിൻ്റെ മുഖമാടാ. എന്ത്? ഇന്നലെ രാത്രിയിൽ ഞാൻ കാണാതെ പോയ ദൈവത്തിൻ്റെ മുഖം ഞാനിപ്പോൾ എൻ്റെ ചേട്ടായിൽ കാണുന്നു. എങ്ങനെ? ക്ഷമിക്കുന്ന ചേട്ടായിൽ. ക്ഷമിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുഖമാണ് പ്രിയമുള്ളവരെ. നഷ്ടപ്പെട്ടു പോയ ഛായയും സാദൃശ്യവും തിരിച്ചു കിട്ടാനുള്ള മാർഗമാണ് ക്ഷമ. ദ്രോഹിച്ചവരോട് ക്ഷമിക്ക്, ദ്രോഹിച്ചവരോട് ക്ഷമിക്ക്, അവരെ അനുഗ്രഹിക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. വളരെ വിവാദമായ അല്ലെങ്കിൽ വിവാദ വ്യാഖ്യാനങ്ങളിലേക്ക് പോകാറുള്ള ഒരു 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 ലേഖന ഭാഗമുണ്ട്. റോമ ലേഖനം 12-ാം അധ്യായം 20-ാം വാക്യം ബൈബിൾ എടുത്തു. റോമ 12:20 ഇങ്ങനെയാണത്: മാത്രമല്ല നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. ഇതെന്താ അർത്ഥം? അതായത് നീ നിന്റെ ശത്രുവിന് കഴിക്കാൻ കൊടുക്കണം, അവനോട് ക്ഷമിക്കണമെന്നർത്ഥം. അങ്ങനെ ക്ഷമിച്ചു കഴിയുമ്പോൾ അവൻ്റെ തലയിൽ നീ തീക്കനലുകൾ കൊണ്ട് കൂന കൂട്ടും. എന്താ അർത്ഥം? പിള്ളേരോടൊക്കെ ചോദിക്കും, എന്താ അതിൻ്റെ അർത്ഥം? പിള്ളേർ പറയും, അവൻ കത്തിപ്പോട്ടെന്ന് ഓർത്തിട്ട് നമ്മൾ ക്ഷമിക്കുന്നതാണ്. നമ്മൾ ക്ഷമിക്കുന്നത് അവൻ തീ കൂട്ടി കത്തിപ്പോണം. എന്താണ് ഈ തീക്കനലുകൾ കൂന കൂട്ടും എന്ന് പറയുന്നത്? ക്ഷമിക്കുമ്പോൾ നമ്മൾ അപരൻ്റെ ശിരസിൽ തീക്കനലുകൾ കൊണ്ട് കൂന കൂട്ടും. അവനെ നശിപ്പിച്ചു കളയുമെന്നാണ് അർത്ഥം. അവൻ കത്തിച്ചാമ്പലാകട്ടെ എന്നാണ് അർത്ഥം. അല്ല, അങ്ങനെ ആകാൻ പാടില്ല. കാരണം നിങ്ങൾ ബൈബിൾ കയ്യിലെടുക്കാൻ പറയുന്നത് കൊണ്ടാണ്. ഇത് റോമ 12:20 റോമ 12:19 തൊട്ട് മുമ്പിലത്തെ വാക്യത്തിലും റോമ 12:21 ഇത് കഴിഞ്ഞു വരുന്ന വാക്യത്തിലും കർത്താവ് ആവശ്യപ്പെടുന്നത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം, ക്ഷമിക്ക് ക്ഷമിക്ക് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ തീക്കനൽ എന്താണ്? അതായത് നമ്മളോട് ദ്രോഹം ചെയ്തവരുടെ തലയിൽ നമ്മൾ കൂട്ടേണ്ട തീക്കനൽ എന്താണ്? ആ തീക്കനൽ എവിടെയാണെന്നുള്ളത് സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 21-22 വാക്യങ്ങൾ. നീ ക്ഷമിക്കുന്നത് വഴി നിന്റെ ശത്രുവിൻ്റെ തലയിൽ കൂട്ടേണ്ട തീക്കനൽ എന്താണ്? സുഭാഷിതം 25, 21, 22 ഇങ്ങനെയാണത്. ഇതേ വാക്യമാണ്. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ, നമുക്കെതിരെ ഏൽപ്പിക്കപ്പെട്ട ദ്രോഹം നമ്മൾ മറക്കുമ്പോൾ, പൊറുക്കുമ്പോൾ, നമ്മൾ നമ്മുടെ വീണ്ടെടുപ്പ് മാത്രമല്ല സാധ്യമാകുന്നത്, അവരെ കൂടെ തിരിച്ചു പിടിക്കുകയാണ്. അവർക്ക് കൂടി പശ്ചാത്താപത്തിൻ്റെ അനുഭവം നൽകുകയാണ്. ഈ തീക്കനലാണ് യേശയ്യാ 6:7. യേശയ്യായുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 7-ാം വാക്യം. യേശയ്യാ പറയുന്നു, കർത്താവേ ഞാൻ പാപിയാണ്, കർത്താവേ ഞാൻ പാപിയാണ്. ഉടനെ ദൈവദൂതൻ ബലിപീഠത്തിൽ നിന്ന് തീക്കട്ട എടുത്ത് യേശയ്യായുടെ നാവിൽ തൊട്ട് പറഞ്ഞു, നീ ശുദ്ധിയുള്ളവനാകുക, നിന്നെ വിശുദ്ധീകരിക്കുന്ന തീക്കനലാണിത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്ക്.
നമുക്കുമേൽ വേദനകൾ അടിച്ചേൽപ്പിച്ചവരോട് പൊറുക്ക്. അങ്ങനെ പൊറുക്കുമ്പോൾ, ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ, അവരോട് സ്നേഹത്തോടെ ഇടപെടുമ്പോൾ, അവർക്ക് വേണ്ടി നമ്മൾ ഉദാരതയോടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത്. ഈ വാക്യം ഓർത്ത് വെച്ചേക്കണം. റോമ 12:20. അവരുടെ തലയിൽ നമ്മൾ തീക്കനൽ കൂട്ടുകയാണ്. എന്ത് തീക്കനൽ? പശ്ചാത്താപത്തിൻ്റെ. നീ ക്ഷമിക്കുമ്പോൾ നിന്റെ ആത്മാവ് മാത്രമല്ല രക്ഷപ്പെടുന്നത്, നീ ആരോട് ക്ഷമിച്ചോ അവരുടെ ആത്മാക്കൾ ഈ പശ്ചാത്താപത്തിൻ്റെ തീക്കനലാൽ വീണ്ടെടുക്കപ്പെടുകയാണെന്ന്. ഇതിൻ്റെ കൃത്യ ഉദാഹരണം എവിടെ കിടക്കുന്നറിയാമോ? ഇതിൻ്റെ കൃത്യ ഉദാഹരണം കിടക്കുന്നത് മരിയ ഗൊരേത്തിയുടെ ജീവിതത്തിലാണ്. നമുക്കറിയാം മരിയ ഗൊരേത്തിയുടെ ജീവിതത്തിൽ 12 വയസ്സുള്ള പെങ്കൊച്ച് 14 കുത്തേറ്റ് മരിച്ചു. അലസാന്ദ്രോ എന്ന പ്രഭുകുമാരൻ അവളെ കൊന്നു. അവൻ ഈ ഇവളുടെ ഉടലിൻ്റെ മേൽ മോഹം തോന്നിയിട്ട് ആഗ്രഹം പറഞ്ഞു. അവൾ സമ്മതിച്ചു കൊടുത്തില്ല. അവൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. അപ്പോൾ ചോര വാർന്ന് മരണത്തോട് മല്ലടിക്കുന്ന പെങ്കൊച്ച് അമ്മയുടെ മടിയിൽ കിടന്ന്, അസൂന്ത എന്ന അവളുടെ അമ്മയുടെ മടിയിൽ കിടന്ന് അവസാനമായി പറഞ്ഞ കാര്യം, ആ പറഞ്ഞ കാര്യം ഒരു 12 വയസ്സുകാരി കൊച്ചിൻ്റെ ജ്ഞാനത്തിൻ്റെ പങ്ക് നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്കണം. അവൾ പറഞ്ഞത് അമ്മയോട്, അമ്മ ഞാൻ അലസാന്ദ്രയോട് നിരുപാധികം ക്ഷമിക്കുന്നു അമ്മ. എന്താ കാര്യം? എനിക്ക് അവനെ എന്നോടൊപ്പം സ്വർഗത്തിൽ കാണണം. ഞാൻ ക്ഷമിക്കുന്നതിൻ്റെ കാരണം എനിക്ക് അവനെ എന്നോടൊപ്പം സ്വർഗത്തിൽ കാണണം. ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗവാതിലുകൾ അവൻ നേരെ അടഞ്ഞു പോകും. ഞാൻ ക്ഷമിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവനും സ്വർഗത്തിൽ പോകണം. ഇനിയാണ് രസം. ഈ മരിയ ഗൊരേത്തിയുടെ അമ്മ അസൂന്ത ഭാഗ്യപ്പെട്ട അമ്മയാണ്. എന്താണ് ഭാഗ്യം? അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൾ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്നത് അതിന് അമ്മ സാക്ഷിയാകുകയാണ്. വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അൾത്താര വണക്കത്തിനായി ഈ മരിയ ഗൊരേത്തിയെ ഉയർത്തുമ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അമ്മ നിറകണ്ണുകളോടെ ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞില്ല. ഈ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഒരാൾ ഇരിപ്പുണ്ട്. ആരാണത്? അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് അലസാന്ദ്രോ എന്ന കപ്പുച്ചിൻ സന്യാസി ഇരിപ്പുണ്ട്. എന്താ സംഭവിച്ചത്? മരിയ ഗൊരേത്തി എന്ന 12 വയസ്സുകാരി പെൺകുട്ടി അലസാന്ദ്രോ എന്ന പ്രഭുകുമാരൻ്റെ തലയിൽ തീക്കനൽ കൂട്ടിയിട്ടാണ് പോയത്. തീക്കനൽ കൂട്ടിയിട്ടാണ് പോയത്. ഏത് തീക്കനൽ? പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷമിച്ച് നമ്മുടെ ശത്രുക്കളുടെ ശിരസ്സുകളിൽ നമുക്ക് തീക്കനൽ കൂട്ടണം. തീക്കനൽ കൂട്ടണം. ഇന്നത്തെ ഹോംവർക്ക്, ഇന്ന് അല്പം കഷ്ടപ്പാട് പിടിച്ച ഹോംവർക്കാണ്. 2 ദിവസം പ്രാർത്ഥനയൊക്കെ ചെല്ലിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ശൈലി ജീവിതമൊക്കെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇന്ന് ഞാനൊരു രസമുള്ള സിമ്പിൾ പ്രാക്ടിക്കൽ ഹോംവർക്ക് തരാം. നമ്മൾ ക്ഷമിക്കേണ്ടവരുടെ ലിസ്റ്റ് ഒരു തുണ്ട് കടലാസ് എടുത്ത് എഴുതണം. കാരണം ഉണ്ടല്ലോ, ഓർത്താൽ ഇത്രയാണ്, പക്ഷെ ഓർത്താൽ പോരാ, എഴുതണം, ജോട്ട് ഡൗൺ ചെയ്യണം. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ദൈവമേ ഇത്രയും ഉണ്ടായിരുന്നോ ലിസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുള്ള കാലത്ത് തുടങ്ങി എനിക്ക് ക്ഷമിക്കാനുള്ള, എന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ അന്ന് എന്നെ കാരണമില്ലാതെ അടിച്ചു. ഇപ്പോഴും ക്ഷമിക്കാൻ ബാക്കി കിടക്കുക. എഴുതി വെക്കുക ടീച്ചറിൻ്റെ പേര്. 8ാം ക്ലാസ്സിൽ എൻ്റെ കൂട്ടുകാരി എന്നെ ഒറ്റിക്കൊടുത്തു, ക്ഷമിച്ചിട്ടില്ല ഇതുവരെ, എഴുതി വെക്കാ പേര്. അങ്ങനെ അന്ന് തൊട്ട് ഇന്നോളം എനിക്ക് ക്ഷമിക്കാൻ ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ പേപ്പറും പിടിച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത്രയും ഉണ്ട് കർത്താവേ ക്ഷമിക്കാൻ, എന്നെ ഒന്ന് ഒരുക്കണേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ ക്ഷമിക്കാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കണം. ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ക്ഷമയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഒഴുകിയെത്തുന്നത് നമുക്കറിയാൻ പറ്റും. ക്ഷമിച്ച് നമുക്ക് പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടണം. ഇന്നത്തെ പ്രവൃത്തി: ക്ഷമിക്കേണ്ടവരുടെ പേരുകൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ
ആരാധന 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 ആരാധന. ഈശോയെ, നിനക്ക് ആരാധന. ഓരോ ദിവസവും എൻ്റെ നിരവധിയായ കുറവുകൾ, പാപങ്ങൾ ക്ഷമിച്ച് എന്നെ നിൻ്റേതാക്കി ചേർത്ത് പിടിക്കുന്ന കാരുണ്യമേ, നിനക്ക് ആരാധന. ഈശോയെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ നാളുകൾ അനുഗ്രഹപ്രദമാകുവാൻ, ദൈവാനുഭവത്തിൻ്റെ ദിവസങ്ങളായി മാറുവാൻ, ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകുവാൻ ക്ഷമിക്കുന്ന ഒരു ശൈലി ഞങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഈശോയെ, അത് നിൻ്റെയും തിരുവിഷ്ടമാണല്ലോ. നീ പറഞ്ഞു, ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, നിനക്ക് ആരോടെങ്കിലും പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ എന്നല്ല കർത്താവെ നീ പറഞ്ഞത്. നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തുക്കൾ അവിടെ ബലിപീഠത്തിങ്കൽ വെച്ചിട്ട് ആദ്യം പോയി അവനുമായി രമ്യപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. പ്രാർത്ഥനയ്ക്ക് മുമ്പ് സംഭവിക്കേണ്ട അനിവാര്യ കാര്യമാണ് ക്ഷമ. ഈശോയെ, ഈ 33 നാളിൻ്റെ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു തുടങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങൾ തിരിച്ചറിയുകയാണ്, ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമാകണമെങ്കിൽ നിരുപാധികം ക്ഷമിച്ചിട്ട് വേണം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനെന്ന്. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവേ, നീ ക്ഷമിച്ച് പ്രാർത്ഥിച്ചല്ലോ. നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നീ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചല്ലോ. അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോകുന്ന പിഴവാണപ്പാ, കാര്യമായിട്ടെടുക്കരുതേ, പൊറുക്കണമേ എന്ന് നീ അവർക്ക് വേണ്ടി അപേക്ഷിച്ചല്ലോ. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിശ്ചയമായും നിന്റെ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നിന്നെ ദ്രോഹിച്ചവരോട്, നിന്റെ ഘാതകരോട് ക്ഷമിച്ചിട്ടുണ്ടാകണം. ഈശോ, നിന്നെ പോലെ, നിന്റെ പരിശുദ്ധ അമ്മയെ പോലെ ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, സാമാന്യം ഭേദപ്പെട്ട ക്രിസ്ത്യാനികളായിരിക്കുമ്പോഴും, ഭക്തിക്ക് കുറവില്ലാത്തപ്പോഴും, പ്രാർത്ഥനകൾ നിരന്തരം ഉരുവിടുമ്പോഴും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കൊരു കുറവുണ്ട്. അത് ഇനിയും ഞങ്ങൾ ക്ഷമിക്കാൻ ബാക്കി വച്ചിരിക്കുന്നതാണ്. കർത്താവേ, പറ്റുന്നില്ല, ചിലരോടൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ കുറവാണത്, ഞങ്ങളുടെ ബലഹീനതയാണത്. ഞങ്ങളിതാ നിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടി കൃപയാചിക്കുകയാണ്. കർത്താവേ, ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ദ്രോഹിച്ചവരോട്, കാരണമില്ലാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരോട്, കൂടെ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒറ്റയ്ക്കാക്കി കളഞ്ഞവരോട്, ഞങ്ങൾ ചെയ്യാത്ത തെറ്റിൻ്റെ കുറ്റങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചവരോട്, ഞങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തി ഞങ്ങളുടെ പേര് നശിപ്പിച്ചവരോട്, ഞങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്നവരോട്, ഞങ്ങളുടെ സ്വത്ത് കവർന്നെടുത്തവരോട്, ഞങ്ങളെ പലവിധത്തിൽ പീഡിപ്പിച്ചവരോട് ഒക്കെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കർത്താവേ, ഈശോ, ചിലപ്പോൾ തോന്നും വെറുതെക്കാരായിരുന്നെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചു പോയേനെ. പക്ഷെ കർത്താവേ, ഞങ്ങളെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. ഈശോയെ, ചിലപ്പോൾ ജീവിത പങ്കാളി, ക്ഷമിക്കാൻ പറ്റുന്നില്ല. കർത്താവേ,
അവളുടെ വായിൽ നിന്ന് വീണ് പോയൊരു വാക്ക് മുറിവായി എൻ്റെ ചങ്കിലുണ്ട് ഈശോ. ക്ഷമിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മാതാപിതാക്കളോട് അവരെടുത്ത ഒരു നിലപാട് എന്നെ തകർത്ത് കളഞ്ഞു ഈശോയെ. ക്ഷമിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മക്കളോട് ഞാൻ പാടുപെട്ടതൊക്കെയും അവർക്ക് വേണ്ടിയിട്ടാണ്. പെട്ടെന്നൊരു ദിവസം നന്ദികേടിൻ്റെ വാക്കോ പ്രവൃത്തിയോ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നേരെ ഉണ്ടായപ്പോൾ കർത്താവേ, അത് ആഴത്തിലുള്ള മുറിവായി ഹൃദയത്തിൽ പതിഞ്ഞു പോയി. ക്ഷമിക്കാൻ പറ്റുന്നില്ല ഈശോയെ. എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ ഏറെ സ്നേഹിച്ചവർ പെട്ടെന്നൊരു ദിവസം കൂടെ നിന്ന് കുതുകാല് വെട്ടുന്ന അനുഭവം എനിക്ക് അവർ സമ്മാനിച്ചപ്പോൾ കർത്താവേ, എനിക്കുണ്ടായിരുന്ന പകയും വിദ്വേഷവും ഒക്കെ ഒരു വിധത്തിൽ ഞാൻ അടക്കി. എന്നിട്ടും അങ്ങ് ക്ഷമിച്ചു മാറ്റാൻ പറ്റുന്നില്ല കർത്താവേ. ഈശോയെ, ഞങ്ങൾ കേട്ട ഏസാവിനെ പോലെ ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവമുഖമാണെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഈശോയെ, നിന്നോട് കുറെ കൂടെ ഞങ്ങൾ അടുക്കുകയാണല്ലോ ക്ഷമിക്കുമ്പോൾ. മരിയ ഗൊരേത്തി എന്ന വലിയ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് തുണയാകട്ടെ കർത്താവേ ക്ഷമിക്കാൻ. ദൈവജനമേ, ഈ ആരാധനയിൽ ക്ഷമിക്കുവാൻ കഴിയാതെ പോകുന്ന, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാ വ്യക്തികളെയും എല്ലാ ഓർമ്മകളെയും തിരുസന്നിധിയിൽ ദിവ്യകാരുണ്യ ചുവട്ടിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് അവരെ ഇറക്കി വെക്കുന്നത് പോലെ അത്തരം ഭാരങ്ങളെ ദിവ്യകാരുണ്യ ചുവട്ടിലേക്ക് ഇറക്കി വെച്ച് ഇരുകരവും തുറന്നു പിടിച്ച് യാചനയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാ ഓർമ്മകളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും അനുഭവങ്ങളിലേക്കും കർത്താവേ നിന്റെ കരുണ ചൊരിയണമേ. ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഒരുക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാനാകാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാറ്റണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, യേശുവേ, നീ മാത്രമൻ സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. യേശുവേ, യേശുവേ, നീ മാത്രമെൻ സഹായം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ക്ഷമ. ഈശോയെ, നിന്റെ ആത്മാവിൻ്റെ ഫലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിക്കാം. ആശീർവാദത്തിൻ്റെ നേരത്ത് അരുളിക്ക കരങ്ങൾ ഉയർത്തി സ്ലീവായുടെ അടയാളത്താലെ ആശീർവാദം നൽകുമ്പോൾ ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കി നമുക്ക് ഈരടി ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ യേശുവേ, നീ മാത്രം എൻ്റെ സഹായമെന്ന്. കർത്താവേ, വിശുദ്ധീകരിക്കുവാൻ, എന്നെ തന്നെ കുറെ കൂടെ വിമലീകരിക്കുവാൻ, എന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്കാകാതെ വരുമ്പോൾ കർത്താവേ, നീ മാത്രം എൻ്റെ സഹായമെന്ന് ആവർത്തിച്ചു പാടി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. 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 നീ മാത്രമെൻ സഹായം. പരിശുദ്ധ കന്യക മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു.